പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി ആരാണ് അല്ലെങ്കിൽ ആരാകണം എന്ന ചോദ്യത്തിന് പ്രസക്തി ഏറെയാണ്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ BJP ഏകദേശം ധാരണയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതായത് BJPയുടെ സ്ഥാനാർത്ഥി ആരാണെങ്കിലും അവരെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കുക എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമാണ് BJP സംബന്ധിച്ച് ഇപ്പോൾ ഉള്ളത്. നിയമസഭയിലേക്ക് O രാജഗോപാലിന് ശേഷം ഒരു കടന്നുവരവിന് ശ്രമിക്കുന്ന BJPക്ക് സ്വാഭാവികമായും പാലക്കാട്ടെ ജനപിന്തുണ പ്രതീക്ഷ നൽകുന്ന ഒന്നു തന്നെയാണ്. ഒരു കാലത്ത് പാലക്കാട് നിയമസഭാ മണ്ഡലമടക്കം പാലക്കാട് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം കൊടികുത്തി വാണിരുന്ന ഇടതുപക്ഷത്തിന് ഇക്കുറി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കാര്യമായ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ അവിടെ ശക്തമായ പോരാട്ടം നടക്കുവാൻ പോകുന്നത് കോൺഗ്രസും BJPയും തമ്മിലാണ്. BJP അവിടെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രചരണ പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ്. സമ്മേളനങ്ങൾ വിളിച്ചു തുടങ്ങിയിരിക്കുന്നു. അവർ അനൗദ്യോഗികമായി വോട്ടർമാരെ കാണുവാനുള്ള എല്ലാ സംഘടനാ സംവിധാനങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനമായ സ്ഥാനാർത്ഥി എന്ന ഘട്ടത്തിൽ തന്നെ വലിയ തമ്മിലടിയും വലിയ പ്രശ്നങ്ങളുമാണ് ഇപ്പോൾ പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പാലക്കാട്ടെ നിയമസഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച് 3000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രം കഷ്ടിച്ച് വിജയിച്ചു വന്ന ഷാഫി പറമ്പിൽ വടകരയുടെ MP ആയി പാർലമെന്റിലേക്ക് പോയപ്പോൾ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിന്റെ അനുയായിയായി എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ ഇടങ്ങളിലേക്കൊക്കെ കടന്നു വരുന്ന ഷാഫി പറമ്പിലിന്റെ ഇടങ്ങളിലേക്കെല്ലാം ഷാഫി പറമ്പിൽ തൊട്ടു പിന്നാലെ കടന്നു വരുന്ന രാഹുൽ മാങ്കൂട്ടം, അതായത് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ അവിടേക്ക് കൊണ്ടുവരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ. തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചതാണെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കുവാൻ വേണ്ട എല്ലാ കരുനീക്കങ്ങളും പിൻപുറത്തു നിന്ന് നടത്തിയത് അത്രയും ഷാഫി പറമ്പിലാണ് എന്നത് വ്യക്തമാണ്. അല്ലെങ്കിൽ A ഗ്രൂപ്പ്, അതേ A ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യുവനേതാവായ ഷാഫി പറമ്പിൽ പാലക്കാട് എന്ന വടകരയിൽ പോയി മത്സരിച്ച് വിജയിച്ചു പോകുമ്പോൾ പാലക്കാട്ടെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിലേക്ക് ഷാഫി പറമ്പിലിന്റെ എല്ലാ കാലത്തെയും പിൻഗാമിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കണമെന്നൊരാവശ്യം കോൺഗ്രസിന് മുമ്പിൽ ഷാഫി പറമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടാകണം. അതിന് തന്നെയാണ് സാധ്യത ഏറെ. അതെല്ലാവർക്കും അറിയാവുന്ന രഹസ്യമായ പരസ്യം തന്നെയുമാണ്. എന്നാൽ ഗ്രൂപ്പ് വഴക്ക് കാര്യമായി കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന പാലക്കാട് DCC പ്രസിഡന്റായിരിക്കുന്നത് I ഗ്രൂപ്പിന്റെ വക്താവായ A തങ്കപ്പനാണ്. A തങ്കപ്പനെ സംബന്ധിച്ചിടത്തോളം I ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ A തങ്കപ്പന് ഇക്കുറി അങ്ങനെ ഷാഫി പറമ്പിലിന് പകരക്കാരനായി A ഗ്രൂപ്പിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട യുവനേതാവായ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരുവാൻ അത്ര ഇഷ്ടം പോരാ. അല്ലെങ്കിൽ DCCയുടെ മുഴുവൻ തീരുമാനവും അങ്ങനെ തന്നെയാണ്. പത്തനംതിട്ടക്കാരനായ രാഹുൽ മാങ്കൂട്ടം എന്തിനാണ് പാലക്കാട് എന്ന് മത്സരിക്കുന്നത് എന്ന ശക്തമായ ചോദ്യമാണ് DCC ഉയർത്തുന്നത്. ഇവിടെ പ്രഗത്ഭരായ നേതാക്കന്മാരില്ലേ? ഇവിടെ ജനങ്ങളുമായി വലിയ ബന്ധമുള്ള നേതാക്കന്മാരില്ലേ? പിന്നെ എന്തിനാണ് പത്തനംതിട്ടയിൽ നിന്ന് ഒരു രാഷ്ട്രീയ നേതാവിനെ പാലക്കാട് കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത്? പാലക്കാട് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണെങ്കിൽ സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒറ്റ മണ്ഡലത്തിലേക്ക് മാത്രം മത്സരം നടക്കുന്ന സമയങ്ങളിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ വന്ന പ്രചാരണ പരിപാടികൾ നടത്തുമ്പോഴെല്ലാം മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പോയ മണ്ഡലങ്ങളുള്ള ഇടത്ത് പാലക്കാട് മാത്രം എന്താണ് ഇത്ര ഭയത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന് മറുപടി നൽകേണ്ടതിന്റെ പ്രസക്തി ഏറെയാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടമായിരിക്കും ഷാഫി പറമ്പിലിന് ശേഷം പാലക്കാട്ടെ സ്ഥാനാർത്ഥിയാകുവാൻ പോകുക എന്ന മാധ്യമങ്ങളുടെയും അല്ലാതെയുമുള്ള ഒരു തെളിഞ്ഞ തീരുമാനത്തിന് മറുപടി നൽകുക എന്ന തരത്തിലേക്ക് A തങ്കപ്പൻ കാര്യമായ രീതിയിൽ പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിന് നൽകിയ ഇന്റർവ്യൂവിലായിരുന്നു അദ്ദേഹം തന്റെ മനസ്സ് തുറന്നത്. പാർട്ടി ഇതുവരെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്നതിൽ തീരുമാനമൊന്നും തന്നെ എടുത്തിട്ടില്ല. താൻ മത്സരിക്കണമെന്ന് പാർട്ടി പറഞ്ഞാൽ തീർച്ചയായും മത്സരിക്കുമെന്ന് A തങ്കപ്പൻ. അതായത് രാഹുൽ മാങ്കൂട്ടമായിരിക്കും സ്ഥാനാർത്ഥി എന്ന നിങ്ങളുടെ കിംവദന്തികൾക്കൊന്നും ഇവിടെ ഇടമില്ല. A തങ്കപ്പൻ എന്ന DCC പ്രസിഡന്റായ തനിക്കും മത്സരിക്കുവാൻ ആഗ്രഹമുണ്ട് എന്ന് തുറന്നടിക്കുകയാണ് അദ്ദേഹം. പിന്നീട് തന്റെ നേട്ടങ്ങളായി A തങ്കപ്പൻ പറയുകയാണ്, പാലക്കാട്ടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളും പാലക്കാട്ടെ പഞ്ചായത്തുകളോ അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ എങ്ങനെ കാര്യമായ ഇടങ്ങളൊന്നും മറ്റാർക്കും വിട്ടുകൊടുക്കാതെ ശക്തമായി പിടിച്ചു നിർത്തിയത് ഈ DCC ആണ്. അതുകൊണ്ട് DCCക്ക് നേതൃത്വം നൽകുന്ന തനിക്ക് അത്രമേൽ നേതൃപാഠവും അത്രമേൽ ആളുകളെ ചേർത്ത് നിർത്തി മുൻപോട്ട് പോകുവാനുള്ള ജനപിന്തുണയും നേതൃപിന്തുണയും ഉണ്ട് എന്നാണ് A തങ്കപ്പൻ പറഞ്ഞു വെക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി അദ്ദേഹം ഉന്നയിക്കുന്നത് കേരളത്തിലെ പല DCC പ്രസിഡന്റുമാരെയും മോശം പ്രകടനത്തിന്റെ പുറത്താക്കുവാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന KPCCക്ക് പാലക്കാടിനെ പറ്റി അത്തരത്തിലൊരു ചിന്തയുടെ ആവശ്യമേ ഇല്ല. യാതൊരു മോശ പ്രകടനവും പാലക്കാട് ഉണ്ടാകുന്നുമില്ല.
പാലക്കാട് തീർച്ചയായിട്ടും കോൺഗ്രസ് വിജയിക്കും, അതിന് നേതൃത്വം നൽകുവാൻ കഴിയുന്ന കരുത്ത് തനിക്കുണ്ട് എന്നും അദ്ദേഹം തുറന്നടിക്കുന്നു. എന്നാൽ അതിനൊപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിനെതിരെ നടക്കുന്ന വിഭാഗീയ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടും എ തങ്കപ്പൻ തുറന്നു പറയുന്നുണ്ട്. തന്നെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല പോസ്റ്ററുകളും പലയിടങ്ങളിലും തെളിയുന്നുണ്ട്. എന്നാൽ അതൊന്നും കോൺഗ്രസുകാർ പടച്ചുവിടുന്നതല്ല എന്നും അദ്ദേഹം പറയുന്നു. പിന്നീട് അദ്ദേഹം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാലക്കാട് DCC സംബന്ധിച്ച് KPCCക്ക് യാതൊരു സംശയമോ അല്ലെങ്കിൽ സങ്കടമോ വേണ്ട, ഇവിടെ യാതൊരു കമ്മീഷന്റെയും ആവശ്യമില്ല. ആലത്തൂർ മണ്ഡലത്തിലെ പരാജയത്തിന് പിന്നിലെ കാരണങ്ങളെല്ലാം സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിന് അടക്കമറിയാം. അതുകൊണ്ടാണ് ആലത്തൂരിലെ പരാജയത്തിന് പിന്നിലെ കാരണം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രമ്യ ഹരിദാസോ DCCയോ KPCCക്ക് കത്ത് നൽകാത്തത്. എങ്കിലും പരാജയപ്പെട്ടതിന്റെ കാരണം KPCC അന്വേഷിക്കുന്ന ഒരു സ്ഥിരം സമ്പ്രദായമുണ്ട്. അതിന്റെ ഭാഗമായി കമ്മീഷൻ പാലക്കാട് എത്തും, അത്രയേ ഉള്ളൂ. അല്ലാതെ പാലക്കാടിനെ സംബന്ധിച്ച് യാതൊരു അടിയൊഴുക്കോ യാതൊരു തിരിച്ചടിയോ ഉണ്ടായിട്ടില്ല. കൃത്യമായ രീതിയിലുള്ള ചിട്ടയായ പ്രവർത്തനമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാലക്കാട് ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലും കൃത്യമായി തന്നെ ഈ സംവിധാനം ചലിക്കും, അല്ലെങ്കിൽ എ തങ്കപ്പന്റെ നേതൃത്വത്തിൽ പാലക്കാട് DCC ചലിപ്പിക്കുമെന്ന് അദ്ദേഹം തുറന്നു പറയുമ്പോഴും ഷാഫി പറമ്പിൽ കൊണ്ടുവന്ന രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ പാലക്കാട്ടുകാർക്ക് സുപരിചിതനായ എ തങ്കപ്പൻ എന്ന സ്ഥാനാർത്ഥിയായി താൻ ഇവിടെ ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുകയാണ് എ തങ്കപ്പൻ. അതിന്റെ ഇടയിലാണ് ഡോക്ടർ സരിൻ AICC വഴി ഒരു നീക്കം നടത്തുന്നത്. KC വേണുഗോപാലിന് കത്തയച്ചുകൊണ്ട് തനിക്ക് സ്ഥാനാർത്ഥിയാകണമെന്ന് അഭിപ്രായം അറിയിക്കുന്നു. എന്തായാലും A ഗ്രൂപ്പും I ഗ്രൂപ്പും KC ഗ്രൂപ്പും എല്ലാം കൂടി പോരാടി ഒടുക്കം പാലക്കാട്ടെ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന ഉദ്വേഗജനകമായ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് വോട്ടർമാർ. എന്നിട്ട് വേണം ജയിപ്പിക്കണമോ പരാജയപ്പെടുത്തണമോ എന്ന തീരുമാനമെടുക്കാൻ.